ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നവാബി ഷമായിയുടെ റെസിപ്പി നോക്കാവേ. ഇതിനായിട്ട് 1.5 കപ്പ് പാല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കോൺഫ്ലവർ മിക്സ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാവേ. ഇതിലേക്ക് മധുരം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു തിക്കായിട്ട് കുറുക്കിയെടുക്കാം. പിന്നെ കോൺഫ്ലവറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. അടുത്ത് നമുക്ക് ഒരു 1.5 കപ്പ് പാല് വീണ്ടും ചൂടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല തിക്കായിട്ട് കുറുക്കിയെടുക്കാവേ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നട്ട്സും കിസ്മിസും നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ല തിന്നായിട്ടുള്ള സേമിയ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സേമിയ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് റോസ്റ്റായി വരുമ്പോഴത്തേന് ഒരു 3 ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് അതിൽ ഫസ്റ്റ് സേമിയയുടെ മിക്സ് ഇട്ട് നല്ല ഈവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഫസ്റ്റ് കോൺഫ്ലവർ മിക്സ് ചേർത്ത് ആ മിക്സും നമുക്ക് എല്ലായിടും ഈവനാവുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് 3rd ലെയറായിട്ട് നമുക്ക് വീണ്ടും സേമിയയുടെ മിക്സ് തന്നെ ചേർത്ത് കൊടുക്കാം. ആ സേമിയയുടെ മിക്സ് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കസ്റ്റാർഡിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എല്ലായിടും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് നട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ അല്ല നോർമലി ഇങ്ങനെ തന്നെയോ കഴിക്കാവേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.